നമസ്കാരം, സ്വാഗതം നിലപാടിലേക്ക്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ പരമപ്രധാന കേന്ദ്രമാണ് പാർലമെൻറ്റ്. സുരക്ഷാ സ്വഭാവത്തിൽ പറഞ്ഞാൽ അത് പ്രൈം ടാർഗറ്റാണ്. പ്രധാനമന്ത്രിയും പ്രസിഡന്റുമടക്കം തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെല്ലാം ഒരേ സമയം സന്നിഹിതരാകുന്ന വേദി. സാധ്യമായതിൽ വെച്ച് ഏറ്റവും വലിയ സുരക്ഷ അവിടെ വേണം. പഴയ പാർലമെൻറ്റ് ഉപേക്ഷിച്ച് ശതകോടികൾ മുടക്കി പുതിയതൊന്ന് കെട്ടിപ്പൊക്കിയപ്പോൾ കേന്ദ്ര സർക്കാർ നമ്മോട് പറഞ്ഞത് മുന്തിയ സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഉണ്ട് എന്നാണ്. 30 കോടിയോളം രൂപ ആധുനിക സുരക്ഷാ ഏർപ്പാടുകൾക്ക് മാത്രമായി ചെലവാക്കിയിട്ടുണ്ട്. എന്നിട്ടിതാ 2 ചെറുപ്പക്കാർ ഷൂവിനുള്ളിൽ ഒളിപ്പിച്ച കളർ സ്മോക്ക് ടിന്നുകളുമായി സഭയുടെ അകത്ത് കടന്നു. സന്ദർശക ഗ്യാലറിയിൽ നിന്ന് സഭാ ഹാളിലേക്ക് അവർ എടുത്തുചാടി പുക പടർത്തി പ്രതിഷേധിച്ചു. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ സുരക്ഷാ സംവിധാനങ്ങൾ മുഴുവൻ പരിഹാസ്യമായതിൻ്റെ കാഴ്ചയായിരുന്നു അത്. എന്നിട്ട് എത്ര ഗൗരവം കൊടുക്കുന്നുണ്ട് നമ്മുടെ ഭരണകൂടം, എത്ര ഞെട്ടലുണ്ട് നമ്മുടെ പൊതുസമൂഹത്തിന്. സഭയുടെ അകത്തേക്ക് പുകക്കുപ്പികളുമായി കടന്നു വന്ന ചെറുപ്പക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഭീകര സംഘടനക്കാരല്ല. അവർ വന്നത് ഏതെങ്കിലും വിഘടനവാദ മുദ്രാവാക്യങ്ങളുമായല്ല, മറിച്ച് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും മണിപ്പൂരും അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടലില്ല, പൊതുശ്രദ്ധയില്ല എന്നതുന്നയിച്ചുകൊണ്ടാണ് അവരുടെ പ്രതിഷേധം. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തെ ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നതാണ് അവരുടെ പ്രധാന മുദ്രാവാക്യങ്ങളിൽ ഒന്ന്. യുവാക്കളെ ഈ തരത്തിൽ അതിരുകടന്ന സമരമാർഗങ്ങളിലേക്ക് കടക്കാൻ ഇടയാക്കുന്ന സാമൂഹ്യ സാഹചര്യത്തിന് ഉത്തരവാദി ആര് എന്ന ചോദ്യവും കൂടി ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. '01 പാർലമെൻറ്റ് ആക്രമണത്തിൻ്റെ 22ാം വാർഷിക ദിനത്തിലാണ് 2 ചെറുപ്പക്കാർ എല്ലാ സുരക്ഷാ വേലികളും മറികടന്ന് പുകക്കുപ്പികളുമായി പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ അകത്തു കയറിയത്. രാജ്യത്തെ ആഭ്യന്തര സുരക്ഷയോട് ഞങ്ങളെക്കാൾ പ്രതിബദ്ധതയുള്ളവർ ആരുണ്ട്? നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോൾ സകല ഭീഷണികളിൽ നിന്നും രാജ്യം സുരക്ഷിതം എന്ന വീമ്പു മുഴക്കുന്നവരുടെ കാലത്താണ് ജനാധിപത്യത്തിൻ്റെ പരമവേദിയായ പാർലമെൻറ്റിനകത്തു പോലും MP-മാർ സുരക്ഷിതരല്ല എന്ന ഞെട്ടലിന് നാം സാക്ഷിയാകുന്നത്. അകത്ത് കടന്ന ചെറുപ്പക്കാർ ഷൂവിനകത്ത് ഒളിപ്പിച്ചാണ് പുകക്കുപ്പികളും ഒപ്പം കൊണ്ടുവന്നത്. പ്രതിഷേധം മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. മറിച്ച് MP-മാരെ അപായപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 2 അക്രമികളായിരുന്നു വന്നതെങ്കിൽ അവർക്കും സുഗമമായി അകത്ത് കടക്കാൻ കഴിയുമായിരുന്നോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ഏതായുധവും ആർക്കും അകത്ത് കടത്താൻ തക്കവണ്ണം ലൂസാണോ അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ എന്നതിന് സർക്കാരാണ് മറുപടി പറയേണ്ടത്. 2001 ഡിസംബർ 13 ഇന്ത്യൻ പാർലമെൻറ്റിൽ ഭീകരവാദികൾ നടത്തിയ ചാവേർ ആക്രമണത്തിൽ സുരക്ഷാ ഭടന്മാരും അവിടുത്തെ ജീവനക്കാരുമടക്കം 15 പേരാണ് കൊല്ലപ്പെട്ടത്. ലോകത്തെ തന്നെ ഞെട്ടിച്ച ആക്രമണം എന്ന് അതിനെ വിളിക്കാം. ദീർഘനേരത്തെ ഏറ്റുമുട്ടലിനൊടുവിലാണ് അന്ന് അക്രമികളെ കീഴ്പ്പെടുത്തിയത്. BJP സർക്കാരിൽ LK അദ്വാനി ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ് രാജ്യത്തെ ഞെട്ടിച്ച ആ ഭീകരാക്രമണം. അക്രമികളെയെല്ലാം കൊന്നുവെങ്കിലും അവർ ആരൊക്കെ, എവിടെ നിന്ന് വന്നു, ഏതാണ് അവരുടെ പശ്ചാത്തലം തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് ഇനിയും പൂർണ്ണമായും വെളിപ്പെടുത്തിയിട്ടില്ല. ഏതായാലും ആ സംഭവം നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളെ ചൊല്ലിയുള്ള വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും വലിയ പുനഃക്രമീകരണങ്ങളിലേക്ക് കാര്യങ്ങളെ എത്തിക്കുകയും ചെയ്തു. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നോക്കൂ, അപ്രതീക്ഷിതമായാണ് പുതിയ സെൻട്രൽ വിസ്ത പദ്ധതി പ്രഖ്യാപിക്കുന്നത്. കോവിഡ് കാലത്ത് രാജ്യം വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഘട്ടത്തിലും കോടാനുകോടികൾ മുടക്കിയുള്ള മന്ദിര നിർമ്മാണങ്ങൾ തുടർന്നു. പഴയ കെട്ടിടം സുരക്ഷിതമല്ലെന്ന കാരണം പറഞ്ഞാണ് അതിവേഗം പുതിയ പാർലമെൻറ്റ് മന്ദിരം പണിതതും പ്രധാനമന്ത്രി തന്നെ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്തതും. 2001 ഭീകരാക്രമണത്തിൻ്റെ വാർഷിക ദിനത്തിൽ സ്വാഭാവികമായും അധിക സുരക്ഷ ഉണ്ടാകേണ്ടിയിരുന്ന സ്ഥലത്താണ് 2 യുവാക്കൾ പുകക്കുപ്പികളുമായി സുഖമായി അകത്ത് കടന്നത്.
MP-മാരുടെ പാസ് വഴി കിട്ടുന്ന സന്ദർശക ഗാലറി പ്രവേശനമാണ് യുവാക്കൾ ഉപയോഗപ്പെടുത്തിയത്. സന്ദർശക ഗാലറിയിൽ നിന്ന് അപ്രതീക്ഷിതമായി MP-മാർക്കിടയിലേക്ക് ചാടുകയായിരുന്നു അവർ. നോക്കൂ, ലോക്സഭയിലെ സന്ദർശക ഗാലറിയിൽ ഇരിക്കുന്നവരെ സദാസമയവും നിരീക്ഷിക്കാൻ സുരക്ഷാ ഗാർഡുകൾ ഉണ്ടാകണം എന്നതാണ് വ്യവസ്ഥ അല്ലെങ്കിൽ കീഴ്വഴക്കം. എന്നുവെച്ചാൽ അവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും അംഗചലനങ്ങൾ പോലും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കർശന നിരീക്ഷണത്തിലായിരിക്കും. അങ്ങനെ ഉണ്ടായിട്ടും എങ്ങനെ ഇവർക്ക് സഭാ ഹാളിലേക്ക്, അതായത് MP-മാർക്കിടയിലേക്ക് ചാടാൻ കഴിഞ്ഞു? അതോ അവരെ നിരീക്ഷിക്കാനോ തടയാനോ ഒരു സുരക്ഷാ ഗാർഡും ഒരു സംവിധാനവും അവിടെ ഇല്ലായിരുന്നു എന്നാണോ നാം മനസ്സിലാക്കേണ്ടത്? 5 പരിശോധന കഴിഞ്ഞാണ് ഒരാൾക്ക് സന്ദർശക ഗാലറിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുക. മെറ്റൽ ഡിറ്റക്ടർ സ്കാനറുകളടക്കം സന്ദർശകനെ പരിശോധിക്കും. എന്നിട്ടും ഷൂവിൽ ഒളിപ്പിച്ച ക്യാനുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് കോടികൾ മുടക്കി നാം വാങ്ങിവെച്ച ഉപകരണങ്ങൾ പാഴ്വസ്തുക്കളാണെന്നാണോ വിചാരിക്കേണ്ടത്? മുൻപ് പറഞ്ഞതുപോലെ സന്ദർശക ഗാലറിയിലേക്ക് പ്രവേശനം കിട്ടുന്നതിന് MP-മാരുടെ പാസ് ആവശ്യമാണ്. പാർലമെൻറ്റിനകത്ത് കടന്ന പ്രതികളിൽ ഒരാൾക്ക് സന്ദർശക പാസ് അനുവദിച്ചത് കർണാടകയിൽ നിന്നുള്ള BJP MP പ്രതാപ് സിംഹയാണ്. പുതിയ പാർലമെൻറ്റ് മന്ദിരം കാണാൻ അനുമതി ചോദിച്ചു വന്നയാൾക്കാണ് പാസ് ഇഷ്യൂ ചെയ്തത് എന്നാണ് പ്രതാപ് സിംഹയുടെ വിശദീകരണം. അത് ശരിയായിരിക്കാം. പക്ഷേ ഇതൊരു പ്രതിപക്ഷ MP-യാണ് എന്ന് വിചാരിക്കുക. എന്തായിരിക്കും BJP നേതൃത്വവും സർക്കാരും എടുക്കുന്ന നിലപാട്? പാർലമെൻറ്റ് ആക്രമിക്കാനുള്ള പദ്ധതിക്ക് പ്രതിപക്ഷം ഒത്താശ ചെയ്യുന്നുവെന്ന ആരോപണവുമായി ഭരണകൂടത്തിലെ പ്രധാനികൾ മുതൽ BJP IT സെൽ വരെ കളത്തിൽ വന്ന് നിറഞ്ഞേനെ. ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത് തന്നെ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങളെ കൂടി രാഷ്ട്രീയമായി ഉപയോഗിച്ചാണ്. കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് രാജ്യസുരക്ഷ അപകടത്തിലാണെന്നും ഇന്ത്യയെ രക്ഷിക്കാൻ നരേന്ദ്രമോദിയുടെ 56 ഇഞ്ച് നെഞ്ചളവ് അനിവാര്യമാണെന്നും പ്രചരിപ്പിച്ച മോദി ബ്രിഗേഡ് ഇപ്പോൾ എന്തു പറയുന്നു? രാജ്യത്തെ പ്രൈം ടാർഗറ്റായ ഒരു കെട്ടിടത്തിലുണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി ജനങ്ങളോട് വിശദീകരിക്കണം എന്ന ആവശ്യം കേന്ദ്ര സർക്കാർ പുച്ഛിച്ച് തള്ളുന്നത് എന്തിനാണ്? പാർലമെൻറ്റിലെ സുരക്ഷാ വീഴ്ചയിൽ സർക്കാരിനും BJPക്കും രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ഒന്നുമില്ല എന്ന് വന്നതോടെ വിഷയം വേഗത്തിൽ അവസാനിപ്പിച്ച് തടി തപ്പാനാണ് മോദി സർക്കാർ നോക്കുന്നത്. സുരക്ഷാ പ്രശ്നത്തിൽ കേന്ദ്രം ഉത്തരവാദിത്തത്തോടെ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ച പ്രതിപക്ഷ MP-മാരെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കുകയാണ് സ്പീക്കറും രാജ്യസഭാ ചെയർമാനുമൊക്കെ. രാജ്യസുരക്ഷ എന്ന കനപ്പെട്ട പ്രശ്നത്തെ എത്ര ലളിതമായി സമീപിക്കാനും BJPക്ക് കഴിയുമെന്ന് നമുക്ക് ഇതുവഴി മനസ്സിലായി. അവർക്ക് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്നൊരു സുരക്ഷാ പ്രശ്നം വന്നാൽ മാത്രമാണ് ഇനി രാജ്യരക്ഷയും രാജ്യസ്നേഹവുമൊക്കെ BJP പാളയത്തിൽ നിന്ന് കേൾക്കാൻ കഴിയുക. 5 ചെറുപ്പക്കാർ ചേർന്ന് പാർലമെൻറ്റിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം ആലോചിക്കുന്നത് നമ്മുടെ ചരിത്രത്തിലെ അപൂർവതയാണ്. ഞങ്ങൾക്ക് പുറത്തെവിടെയും പ്രതിഷേധിക്കാൻ കഴിയുന്നില്ല. പ്രതിഷേധിച്ചാൽ ഞങ്ങളെ അടിച്ചമർത്തുകയോ അകത്തിടുകയോ ചെയ്യുന്നു. അതുകൊണ്ടാണ് എല്ലാവരുടെയും ശ്രദ്ധയിലേക്കായി ഇങ്ങനെയൊന്ന് സംഘടിപ്പിക്കേണ്ടി വന്നതെന്ന് അറസ്റ്റിലായവർ പറയുന്നു. എന്തായിരുന്നു അവരുടെ പ്രതിഷേധ വിഷയം? രാജ്യത്ത് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും വർദ്ധിക്കുന്നു. മണിപ്പൂരിൽ വലിയ വംശഹത്യ അരങ്ങേറി. അതൊന്നും ഒരിക്കലും പ്രധാന വിഷയമായി മാറുന്നില്ല എന്നതാണ് പ്രതികളായ ചെറുപ്പക്കാർ ഉന്നയിക്കുന്ന പ്രശ്നം. പാർലമെൻറ്റിനകത്തെ ആ പ്രതിഷേധം കേവലം സുരക്ഷാ പ്രശ്നമായി മാത്രം കാണേണ്ടുന്ന ഒന്നല്ലെന്നും അതിനുമപ്പുറം അതിരുകടന്ന സമരങ്ങളിലേക്ക് ചെറുപ്പക്കാരെ തള്ളിവിടുന്ന സാമൂഹ്യ സാഹചര്യം രാജ്യത്തുണ്ട് എന്നുമാണ് നാം തിരിച്ചറിയേണ്ട വസ്തുത. അതിലേക്ക് എത്ര ശ്രദ്ധ കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിനെങ്കിലും കഴിയുന്നുണ്ട്? അവരും സെക്യൂരിറ്റി ബ്രീച്ച് എന്ന ഒറ്റ പ്രശ്നത്തിൽ കിടന്ന് കറങ്ങുകയാണ്. ചെറുപ്പക്കാർ ഉന്നയിച്ച പ്രശ്നങ്ങളെ ഏറ്റെടുത്താൽ രാജ്യവിരോധികളായി മുദ്രകുത്തപ്പെടുമെന്ന ഭയം പ്രതിപക്ഷത്തെ വേട്ടയാടുന്നുണ്ടോ? ജനങ്ങളുടെ ദൈനംദിന ജീവിത പ്രതിസന്ധികളെക്കുറിച്ച് സംസാരിക്കാനോ അത് ചർച്ച ചെയ്യാനോ കേന്ദ്ര സർക്കാർ ഒരിക്കലും തയ്യാറാവുന്നില്ല. തൊഴിലില്ലായ്മ നിരക്ക് അരനൂറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ നിലയിലായി എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാർ ഏജൻസി തന്നെയാണ്. വർഷം 2 കോടി തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് അധികാരത്തിലെത്തിയ മോദി സർക്കാർ വാഗ്ദാനം പാലിച്ചില്ലെന്ന് മാത്രമല്ല, വലിയ തൊഴിൽ നഷ്ടത്തിലേക്ക് ജനങ്ങളെ തള്ളിയിടുന്ന
വികല നയങ്ങൾ നടപ്പാക്കുകയും ചെയ്തു. നോട്ട് നിരോധനം മാത്രം 5 മില്യൺ ആളുകളുടെയെങ്കിലും ജോലി ഇല്ലാതാക്കിയെന്ന് പഠനങ്ങൾ പറയുന്നു. വിലക്കയറ്റം മാത്രമല്ല, സാമ്പത്തിക അസമത്വവും വലുതാവുകയാണ്. തൻ്റെ സർക്കാർ വർഷം 2 കോടി തൊഴിലവസരം സൃഷ്ടിക്കുമെന്ന് 2014 അധികാരമേറുമ്പോൾ മോദി പറഞ്ഞെങ്കിൽ മോദിയുടെ വാഗ്ദാനപ്രകാരം കഴിഞ്ഞ 9 വർഷം കൊണ്ട് 18 കോടി തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ടാവണം. അത്രയുമൊന്നും കൃത്യമായി പാലിക്കാൻ ഒരു സർക്കാരിനും കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷെ അതിൻ്റെ പരിസരത്തെങ്കിലും സർക്കാരിന് എത്താനാവണം. ഇക്കാലത്തിനിടയ്ക്ക് സർക്കാർ മേഖലയിൽ സൃഷ്ടിക്കാനായത് 10 ലക്ഷത്തിൽ താഴെ തൊഴിലവസരങ്ങൾ മാത്രമാണെന്ന് സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ പറയും. റെയിൽവേ അടക്കമുള്ള പ്രധാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വൻതോതിൽ ഒഴിവുകൾ നികത്തപ്പെടാതെ കിടക്കുമ്പോഴാണ് ഇതെന്ന് ഓർക്കണം. 18 കോടി തൊഴിലൊക്കെ പൊതുമേഖലയിൽ സാധ്യമാണോ ഇക്കാലത്ത് എന്ന് ചോദിക്കുന്നവരുണ്ടാകും. മുദ്രാ ലോണും മറ്റുമൊക്കെ കൊടുത്ത് സംരംഭകരെ സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് സർക്കാരിൻ്റെയും സർക്കാർ പക്ഷക്കാരുടെയും വാദം. അപ്പോഴാണ് കഴിഞ്ഞ 4.5 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്ക് രാജ്യം അനുഭവിക്കുന്നു എന്ന യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുന്നത്. തൊഴിലവസരം ഉണ്ടാക്കുമെന്ന വാഗ്ദാനം പാലിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഉള്ള തൊഴിലുകൾ കൂടി ഇല്ലാതാക്കുന്ന നയങ്ങളാണ് സർക്കാരിൻ്റെ കയ്യിലുള്ളത്. സമ്പത്തിൻ്റെ ഭൂരിഭാഗവും ന്യൂനപക്ഷത്തിൻ്റെ കൈകളിലേക്ക് ചുരുങ്ങുകയാണ്. കോർപ്പറേറ്റുകൾ ഓരോ ദിവസവും വലിയ വലിയ ധനികന്മാരായി മാറുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമുണ്ടാവുന്ന പുകമറ പദ്ധതികൾ കൊണ്ടും വിഭജന ആശയങ്ങൾ കൊണ്ടും സർക്കാർ രാഷ്ട്രീയമായി പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾ നേരിടുന്ന കെടുതി യാഥാർത്ഥ്യമായി അവിടെ തുടരുന്നുണ്ട്. അവയിലേക്ക് ചർച്ചകളെ കൊണ്ടുവരാനും അടിസ്ഥാന വർഗ്ഗക്കാരുടെ ജീവസന്ധാരണ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാനും കഴിയാത്ത വിധം പ്രതിപക്ഷവും വഴിതെറ്റി സഞ്ചരിക്കുകയാണോ? കർഷക സംഘടനകളുടെ ഐതിഹാസിക സമരത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാർ പരാജയം സമ്മതിച്ചുവെങ്കിലും സമരം പിൻവലിക്കുമ്പോൾ കർഷകർക്ക് കൊടുത്ത ഉറപ്പുകൾ പാലിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? സർക്കാർ അതിന് തയ്യാറാവുന്നുണ്ടോ? മിനിമം താങ്ങുവിലയെക്കുറിച്ച് കേന്ദ്രം മിണ്ടുന്നതേയില്ല. BJPയുടെ ഏറ്റവും ശ്രദ്ധേയമായ വാഗ്ദാനമായിരുന്നു 2022 അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തിൽ രാജ്യത്തെ കർഷകർക്ക് ഇരട്ടി വരുമാനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന്. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിൻ്റെ കണക്ക് പ്രകാരം 2012 മുതൽ 18 വരെയുള്ള കാലത്തിനിടയ്ക്ക് കർഷകരുടെ വരുമാനം 21% വർദ്ധിച്ചു. അത് സ്വാഭാവിക വളർച്ചയാണ്. അത് മോദി സർക്കാരിൻ്റെ കാലത്തു മാത്രമായി ഉണ്ടായതല്ല. കഴിഞ്ഞ 8 വർഷത്തിനിടെ ഒരു കർഷകനും രാജ്യത്ത് ആത്മഹത്യ ചെയ്തില്ല എന്നാണ് BJPക്കാർ പറയുന്നത്. പാർലമെൻറ്റിൽ പോലും പറയുന്നു ഈ അവകാശവാദം. പക്ഷേ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പറയുന്നത് മറിച്ചുള്ള കണക്കാണ്. 2014 മുതൽ 2020 വരെ 43,181 കർഷകർ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവരുടെ വരുമാനം ഇരട്ടിയാക്കുകയൊന്നും വേണ്ട. ന്യായമായ വരുമാനമെങ്കിലും അവർക്ക് ഉറപ്പാക്കപ്പെടുന്നുണ്ടെങ്കിൽ എന്തിനിത്രയും ആളുകൾ ആത്മഹത്യ ചെയ്യണം? 2022 9 കോടി പേർക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയായിരുന്നു പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന. പ്രഖ്യാപിത ലക്ഷ്യം പൂർത്തീകരിക്കാനായി എന്നത് സർക്കാരിൻ്റെ നേട്ടമാണ്. പക്ഷേ കഴിഞ്ഞ 5 വർഷത്തിനിടെ അത് കിട്ടിയ 4,14,00,000 പേരും തങ്ങളുടെ ഗ്യാസ് സിലിണ്ടറുകൾ രണ്ടാമതൊരിക്കൽ നിറച്ചില്ല. 7,60,00,000 പേരുടെ കണക്കെടുത്തപ്പോൾ അവർ ഒരേ ഒരു പ്രാവശ്യമേ സിലിണ്ടർ വീണ്ടും നിറച്ചുള്ളൂവെന്ന് പഠനം പറയുന്നു. കൊടുത്ത സിലിണ്ടറുകൾ ഒന്ന് നിറയ്ക്കാൻ 1000 രൂപയോളം വേണ്ട ഈ കാലത്ത് അതിന് ത്രാണിയില്ലാത്ത അനേക ലക്ഷം മനുഷ്യരെ കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ രാജ്യം. സബ്സിഡി പോലും അപ്രഖ്യാപിതമായി നിർത്തലാക്കി ഈ സർക്കാരിന് കീഴിൽ അടുപ്പ് പുകയ്ക്കാൻ പ്രയാസപ്പെടുന്ന അടിസ്ഥാന വർഗ്ഗക്കാരന് എന്തിനൊരു കാലിക്കുറ്റി നൽകുന്നു എന്നതാണ് ചോദ്യം. ഇങ്ങനെ പലതരത്തിൽ താഴെത്തട്ടിലെ മനുഷ്യരെ പിടിച്ചുലയ്ക്കുന്ന ഭരണ നയങ്ങളാണ് മോദി സർക്കാരിൽ നിന്ന് നിരന്തരമായി കാണുന്നത്. ഒരു പൗരത്വ സമരവും ഒരു കർഷക സമരവും കഴിഞ്ഞാൽ മനുഷ്യരുടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾ ഉയർത്തി ഗൗരവമുള്ള ഒരു സമരവും ഇന്ത്യയിൽ ഉയർന്നു വന്നില്ല. ആ നിരാശ താഴെത്തട്ടിൽ ഉണ്ട്. ആ വികാരത്തെ വേണ്ടും വിധത്തിൽ പ്രതിഫലിപ്പിക്കുന്നതിൽ പ്രതിപക്ഷവും വിജയിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഇത്തരം അതിക്രിയാ സമരങ്ങളുമായി ചെറുപ്പക്കാർ ഇറങ്ങിത്തിരിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കണം. ഇതൊക്കെ ഉള്ളപ്പോഴും കഴിഞ്ഞ ദിവസം യുവാക്കൾ പാർലമെൻറ്റിൽ നടത്തിയ ഈ പരിധി വിട്ട സമരം, പ്രതിഷേധം പലവിധ ചോദ്യങ്ങളിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നുണ്ട്. ഒന്ന്, രാഷ്ട്രീയ പ്രതിഷേധമാണ് അവർ ഉദ്ദേശിച്ചതെങ്കിൽ ഭീകര സംഘടനകൾ പാർലമെൻറ്റ് ആക്രമിച്ചതിൻ്റെ വാർഷിക ദിനം എന്തിനു തിരഞ്ഞെടുത്തു? മോദി സർക്കാരിനും അവരുടെ സമഗ്രാധിപത്യ പദ്ധതികൾക്കുമെതിരായ സമരമാണെങ്കിൽ
അതിദേശീയതാവാദികളുടെ മുദ്രാവാക്യങ്ങൾ വിളിച്ച് ദിശ തെറ്റിക്കാൻ ശ്രമിച്ചോ? എങ്കിലത് എന്തിനാണ്? ഭീകരാക്രമണ വാർഷിക ദിവസം പാർലമെൻറ്റിൽ ആക്രമണം നടക്കുമെന്ന് സിഖ് ഭീകര നേതാവ് ഗുർപട്വന്ത് സിംഗ് പന്നു ഭീഷണി മുഴക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഖലിസ്ഥാൻവാദികളുടെ ആക്രമണം എന്ന നിലയ്ക്കാണ് ആദ്യം അത് വിലയിരുത്തപ്പെട്ടത്. പക്ഷേ പിന്നീട് കാര്യങ്ങൾ മാറി മറിഞ്ഞു. അതിരുവിട്ട പ്രതിഷേധത്തിന് തെരഞ്ഞെടുത്ത ദിവസവും ഉപയോഗിച്ച മാർഗവുമെല്ലാം കൂടുതൽ സങ്കീർണതകളിലേക്ക് വഴി ചൂണ്ടുന്നുണ്ടോ? അന്വേഷണ സംഘമാണ് അതിന് ഉത്തരം പറയേണ്ടത്. എന്തായാലും പാർലമെൻറ്റിലെ ഈ അതിരുവിട്ട പ്രതിഷേധം രണ്ട് വഴികളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നുണ്ട്. ഒന്ന്, കൊട്ടിഘോഷിക്കപ്പെടുന്ന ആഭ്യന്തര സുരക്ഷ എന്തുമാത്രം പഴുതടച്ചതാണെന്ന ചോദ്യം. രണ്ടാമത്തേത്, അതിക്രിയാ സമരങ്ങളിലേക്ക് സഞ്ചരിക്കും വിധം പൗരനെ അസഹിഷ്ണുവാക്കുന്ന സാമൂഹ്യ സാഹചര്യം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു, ആരാണ് അതിനുത്തരവാദി എന്നതും. രണ്ടിനും ഒന്നാമതായി ഉത്തരം പറയേണ്ടത് രാജ്യം ഭരിക്കുന്ന സർക്കാരാണ്. ചെപ്പടി വിദ്യകൾ കൊണ്ട് അതിൽ നിന്ന് എത്ര കാലം ഓടി ഒളിക്കും ഭരണകൂടം? സർക്കാരിൻ്റെ ദേശീയതാ അജണ്ടയിൽ കുരുങ്ങി എത്ര കാലം മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതെറ്റി സഞ്ചരിക്കും പ്രതിപക്ഷം? നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.